ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ എക്സാം ഏപ്രിൽ 1 തീയതി മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ബികോമിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഇൻകം ടാക്സ് ആൻഡ് GST. അപ്പോൾ ഇൻകം ടാക്സ് ആൻഡ് GSTയിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബികോം എല്ലാവർക്കും ഏത് സ്പെഷ്യലൈസേഷൻ എടുത്തവരാണെങ്കിലും, ഫിനാൻസ് ആണെങ്കിലും, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിലും, കോർപ്പറേഷൻ ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഇൻകം ടാക്സ് ആൻഡ് GST. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓൾറെഡി 2022 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ പ്രൊവിഷൻ റിഗാർഡിംഗ് സെറ്റ് ഓഫ് ലോസ്, സെറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഷോർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ട് ലോങ് ടൈം ആയിട്ടൊക്കെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊവിഷൻസ് ആണ് അതിൽ എഴുതേണ്ടത്. നെക്സ്റ്റ്, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ അഗ്രിഗേഷൻ ഓഫ് ഇൻകം, അഗ്രിഗേഷൻ ഓഫ് ഇൻകം, ആക്സിലറേഷൻ ഓഫ് ഇൻകം. ഓക്കെ, അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. അഗ്രിഗേഷനും ക്ലബിങ്ങും ഒക്കെ, അഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻകം അല്ലാത്തത് നമ്മളുടെ ഇൻകത്തിൻ്റെ കൂടെ കൂട്ടും. അപ്പോൾ ചില എക്സ്പെൻസ്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള മണി, ഇതൊക്കെ നമ്മളുടെ ഇൻകത്തിൻ്റെ കൂടെ കൂട്ടും. ഓക്കെ, നെക്സ്റ്റ്, ഹൗ വിൽ യു കൺസിഡർ ദ ടാക്സബിൾ ഇൻകം റിസീവ്ഡ് ബൈ മൈനർ ചൈൽഡ്. അപ്പോൾ ഒരു മൈനർ ചൈൽഡിന് ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ മൈനർ ചൈൽഡിനെ സംബന്ധിച്ചിടത്തോളം മൈനർ ചൈൽഡിന് ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പാരൻ്റ് ഇൻകത്തിൻ്റെ കൂടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യുന്നതായിരിക്കും. പാരൻ്റ് ഇൻകത്തിൻ്റെ കൂടെ ക്ലബ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിലീഫ് ടാക്സ് അണ്ടർ സെക്ഷൻ 89. അപ്പോൾ ഈ റിലീഫ് 89 പ്രകാരമുള്ള റിലീഫും അതേപോലെ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിലീഫ് എന്താണെന്ന് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സെക്ഷൻ 80GG ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് റെൻറ്റ് പെയ്ഡ്. അപ്പോൾ ഓക്കെ, അപ്പോൾ റെൻറ്റ് പെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിഡക്ഷനാണ് സെക്ഷൻ 80GG. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു ടാക്സ് പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്തൊക്കെയാണ് എക്സെപ്ഷൻ ലിമിറ്റ് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡാറ്റ ടാക്സ്. അപ്പോൾ CBDTയെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ. ദെൻ വാട്ട് യു മീൻ ബൈ എ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്. എന്താണ് പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്? അപ്പോൾ അസസ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 4 ടൈപ്പ് അസസ്മെൻറ്റ് ഉണ്ട്, അതെന്തായാലും പഠിക്കണം. ദെൻ വാട്ട് ഈസ് TDS സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകം ടാക്സ്, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് സർട്ടിഫിക്കറ്റ് എന്താണ്? നെക്സ്റ്റ്, ഡിഫൈൻ സീറോ റേറ്റഡ് സപ്ലൈ. എന്താണ് സീറോ റേറ്റഡ് സപ്ലൈ? വാട്ട് ഈസ് HSN കോഡ്? HSN കോഡ് ഈ ഒരു എന്താ പറയുക, സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഡാണ് HSN കോഡ്. ദെൻ വാട്ട് ഈസ് GSTIN? GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്, അതെന്താണ് അതിനെ പറ്റി എഴുതുക. ദെൻ വാട്ട് യു മീൻ ബൈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ITCയെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ITC. വാട്ട് ഈസ് GSTR1? റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. GSTR റിട്ടേൺ 1 എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ വാട്ട് ഈസ് സ്പെഷ്യൽ ഓഡിറ്റ്, അതേപോലെ എന്താണ് ഇ-വേ ബില്ലിനെ പറ്റിയിട്ട് എഴുതാൻ. അപ്പോൾ ഇതൊക്കെയാണ് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്കിവിടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് ചോദിച്ചിട്ടുള്ളതൊക്കെയാണ്. എക്സ്പ്ലെയിൻ എനി 10 ഡിഡക്ഷൻ അലൗഡ് അണ്ടർ സെക്ഷൻ 80Cയിലുള്ള ഏതെങ്കിലും ഒരു 10 സെക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട് 80Cയിൽ. 80C മാക്സിമം 1,50,000 ആണ്. അപ്പോൾ അതിൽ ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്, LIC അതേപോലെ മ്യൂച്വൽ ഫണ്ടൊക്കെ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്? എന്താണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്? അതേപോലെ കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് കോൺസിക്വൻസ് എന്തൊക്കെയാണ്? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് എനി 10 ട്രാൻസാക്ഷൻ വേർ കോട്ടിംഗ് പാൻ ഈസ് കമ്പൽസറി. അപ്പോൾ പാൻ കാർഡ് കമ്പൽസറി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 10 ട്രാൻസാക്ഷൻസ് കോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പാൻ കാർഡ് എന്താണെന്ന് അറിയാലോ, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. അപ്പോൾ അത് കമ്പൽസറി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 10 സിറ്റുവേഷൻ. ദ നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് GST സിസ്റ്റം? GSTയുടെ അഡ്വാൻറ്റേജ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ക്യാൻസലേഷൻ ഓഫ് GST രജിസ്ട്രേഷൻ. അപ്പോൾ GST രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ ആ പ്രൊസീജിയർ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ദെൻ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഇൻവോൾവ് വിത്ത് ദ ലെവി ഓഫ് CGST, SGST, IGST. ഓക്കെ, CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇതിൻ്റെ ഒക്കെ ലെവി കളക്ട് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. നെക്സ്റ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പവർ ഓഫ് GST അതോറിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ഇൻസ്പെക്ഷൻ, സെർച്ച് ആൻഡ് സീസ്. അപ്പോൾ ഈ ഇൻസ്പെക്ഷനും സെർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ GST അതോറിറ്റീസിൻ്റെ പവർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്സിസ് സീന എമൗണ്ടഡ് 6 ലക്ഷമാണ് ഇൻ ദ പ്രീവിയസ് ഇയർ എൻഡിങ് 31 മാർച്ച് 2022. ഷീ ഹാസ് ദ ഫോളോയിങ് ഡൊണേഷൻ ആൻഡ് പേയ്മെൻറ്റ് ബൈ ചെക്ക്. ഓക്കെ, അപ്പോൾ ഒരു ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം GTA തന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് ഡൊണേഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട്, പിന്നെ ഗുജറാത്ത് എർത്ത് ക്വേക്ക് റിലീഫ്
റിലീഫ് ഫണ്ട്, PM നാഷണൽ ഡ്രോട്ട് റിലീഫ് ഫണ്ട്, രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ അതിൽ പഠിക്കേണ്ട സെക്ഷൻ 80Gയിൽ പെട്ടതാണ്. 80Gയിൽ തന്നെ വിത്ത് ലിമിറ്റും നോ ലിമിറ്റ് ഡൊണേഷൻ ഉണ്ട്. വിത്ത് ലിമിറ്റിൽ തന്നെ 100%, 50%. അപ്പോൾ അതെങ്ങനെയാണ് ഡിഡക്ട് ചെയ്യേണ്ടതിൽ അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള തന്നെയാണ്. അപ്പോൾ അതിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ കമ്പ്യൂട്ട് ദ സീമാസ് ടോട്ടൽ ഇൻകം ഇഫ് ഹെർ ഇൻകം ഇൻക്ലൂഡ് STCG 5000, അതേപോലെ LTCG ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 50,000. ഷി ഹാഡ് പെയ്ഡ് മെഡിക്കൽ ഇൻഷുറൻസ് 5000, മെഡിക്കൽ ഇൻഷുറൻസ് 80. D ആണ്. ദെൻ ബൈ ചെക്ക് ₹7,000 ഫോർ LIC പെൻഷൻ ഫണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എസ് ചോദിച്ചിട്ടുള്ളതാണ് ദ പർട്ടിക്കുലർ ഇൻകം റിസീവ്ഡ് ഫ്രം ദ ഇയർ ഫ്രം ഇന്ത്യ ബൈ നോൺ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഏജ്ഡ് 57 ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ നോൺ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ ഏതൊക്കെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഇൻകം ഫ്രം സാലറി 1,72,000, ടാക്സബിൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം തന്നിട്ടുണ്ട്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ട്, പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് തന്നിട്ടുണ്ട്, കാഷ്വൽ ഇൻകം. ഓക്കെ, അപ്പോൾ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനൊക്കെ 20% സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതേപോലെ അതർ ഇൻകം കാഷ്വൽ ഇൻകം ആണെന്നുണ്ടെങ്കിൽ 30% സെപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഹി പെയ്ഡ്, കൂടാതെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഹി പെയ്ഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 80C 6000, പോളിസി ടേക്കൺ ഈസ് ഓൺ ലൈഫ്, കോൺട്രിബ്യൂഷൻ ടു RPF ഉണ്ട്, അത് 5000, അതും 80Cയിൽ പെട്ടത് തന്നെയാണ്. പിന്നെ സം ഓഫ് ₹20,000 ബൈ ചെക്ക് ആൻഡ് അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 80G പ്രകാരം ഡൊണേഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഏതൊക്കെ തരം ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ട്? വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഈ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ? എന്തൊക്കെയാണ് ഈ ഇൻകം ടാക്സ് ഈ ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെപ്സ്? നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ഡിഡക്ഷൻ ഓഫ് ഇൻകം ടാക്സ് അറ്റ് സോഴ്സസ്. അപ്പോൾ TDS ഡിഡക്ഷൻ ഓഫ് ഇൻകം ടാക്സ് അറ്റ് സോഴ്സസ് അതിൻ്റെ പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ടൈം ഓഫ് സപ്ലൈ? എന്താണ് ടൈം ഓഫ് സപ്ലൈ? എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ഡിറ്റർമിനേഷൻ ഓഫ് ടൈം ഓഫ് സപ്ലൈ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ ടൈം ഓഫ് സപ്ലൈ, പിന്നെ അതേപോലെ സപ്ലൈ എന്താണ്, ടൈം ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഓരോ സിറ്റുവേഷനിൽ എപ്പോഴാണ് സപ്ലൈ എപ്പോഴാണ് അത് സംഭവിക്കുന്നത്, അതിൻ്റെ ടൈം എപ്പോഴാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചെറുതായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസറും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.